എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾക്കറിയോ, ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി ഇല്ലേ? ഇല്ലേ? ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല, അതിൻ്റെ കൂടെ എന്ത് പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹംസ എന്നൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല, അതിൻ്റെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന് പറയൂലേ? ആരായിരുന്നു എന്നറിയോ ഹംസ? ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ്. അത്രയും ധൈര്യമുള്ള ആളായിരുന്നു, ധീരനായിരുന്നു, റസൂലുള്ളാഹിയുടെ വലങ്കയ്യായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് റസൂലിന് കൊടുത്തിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട്, റസൂലിന് കൊടുത്തിട്ടുള്ള ഒരു ഉണർവുണ്ട്, ആ ചെറിയ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചതാണ് ഹംസത്തുൽ ഖറാർ. ഷഹീദായപ്പോൾ എന്താ വിളിച്ചതെന്നറിയാം? സയ്യിദു ഷുഹദാ, ശുഹദാക്കന്മാരുടെ മുഴുവനും നേതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റസൂൽ വിളിച്ച പേര്. നല്ലോണം ശ്രദ്ധിക്കണേ. ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ വാക്കാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരാളുണ്ട്. റസൂലുള്ളാഹിയുടെ അത്രയും വലങ്കയ്യായിരുന്ന ആ സ്വഹാബിയുടെ ജീവിതത്തിന് അവസാനമിട്ട വിഷം പുരട്ടിയ ഒരമ്പുണ്ട്. ആ അമ്പെയ്ത ഒരാളുണ്ട്. അയാളുടെ പേര് വഹിഷി എന്നാണ്. വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുകയെന്നറിയോ? എന്താ പറയുക? റളിയല്ലാഹു അൻഹു എന്ന് പറയാം. വഹിഷി ഇത് ചെയ്തത് വഹിഷിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. വഹിഷിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അയാളുടെ പേര് ഹിന്ദ് എന്നാണ്. എന്താണ്? ഹിന്ദ്. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുകയെന്നറിയോ? ചെറിയ വാശിയൊന്നും ആയിരുന്നില്ല അവർക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾക്കറിയൂലേ, ആ യുദ്ധക്കളത്തിലേക്ക് വന്നു, തെരഞ്ഞു നടന്നു, ഒരാളെ തെരഞ്ഞു നടക്കുകയാണ്. ആരെയാണ് അവർക്ക് വേണ്ടത്? ഹംസയെ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. കണ്ടു, കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിങ്ങനെ കുത്തിക്കീറി, എന്നിട്ട് കരൾ പറിച്ചെടുത്ത് കടിച്ചു. രക്തം വായിലായി. പകയുടെ അവസാനത്തെ നിമിഷം. അതിനപ്പുറത്തേക്ക് പകയ്ക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല. പക തീർക്കുന്നത് അങ്ങനെയായിരുന്നു അവർ. അത് ചെയ്ത ആളാണ്. അയാളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയണ്ടേ? റളിയല്ലാഹു അൻഹ. അവർ റസൂലിൻ്റെ അടുത്ത് വന്നു. എന്തിനാണെന്നറിയാം? ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് മുസ്ലിം ആവണം. റസൂലിന് ആളെ മനസ്സിലായി. റസൂൽ പറഞ്ഞു, ഹിന്ദ്, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്കിതിലേക്ക് വരാം, ഇതെൻ്റെതല്ല, നമ്മുടെ എല്ലാവരുടേതുമാണ്. നിങ്ങൾക്കിങ്ങോട്ട് വരാം. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ എന്നെ കാണുന്ന സമയങ്ങളിൽ മുഖം മറക്കണം. റസൂൽ ഒരേ ഒരാളോടെ അത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ മുഖം മറക്കണം. കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും. അതുകൊണ്ടാണ് ആ ഓർമ്മ എൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തും, എൻ്റെ കണ്ണീരിൻ്റെ ചാല് കീറും. അതുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് എൻ്റെ മുന്നിലൂടെ വരണം എന്ന് റസൂൽ ഒരാളോട് പറഞ്ഞു. ഹിന്ദിനിത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട്. അയാളുടെ പേരെന്താണെന്നറിയോ? ഖാലിദ് ബിൻ വലീദ് എന്നാണ്. കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയാണ്. എല്ലാ സൂത്രങ്ങളും പറഞ്ഞു കൊടുത്തത് അദ്ദേഹമായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുക? റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? ഒറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യർക്ക്. ഇക്കഴിഞ്ഞ നിമിഷത്തിലുള്ള ആളാവണമെന്നില്ല അടുത്ത നിമിഷം. അതിനെന്ത് വേണം? മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുക്കണം, അല്ലേ? പ്ലീസ് കം ബാക്ക് എന്ന് കരുണാപൂർവം മനുഷ്യരോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന പാഠമാണ് ആ കഥയുടെ പാഠം. അതിനെന്ത് വേണം? മനുഷ്യനോട് എമ്പത്തറ്റിക്കലി സഹവസിക്കാൻ സാധിക്കണം. അങ്ങനെ സഹവസിക്കാൻ സാധിച്ച ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബ്.
നിങ്ങൾ കേട്ടൊരു സംഭവം ഉണ്ടാവും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പേര് ജാബിർ എന്നാണ്, സ്വഹാബിയ. ജാബിറിൻ്റെ ഒട്ടകമാണ്. റസൂലുള്ളാഹിയെയും കൊണ്ടൊരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ആ സമയത്ത് ആണ് റസൂൽ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് വിവാഹിതനാണെന്ന് അറിഞ്ഞു. റസൂലിനോട് ആ കല്യാണം പറഞ്ഞിട്ട് പോലുമില്ല. അതിൽ റസൂലിന് പരിഭവമൊന്നുമില്ല. ആ സമയത്ത് എന്തോ ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിൽ ഒരുപാട് നേരം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കഴിഞ്ഞ് യാത്ര തീർന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ജാബിർ, നിങ്ങളുടെ ഈ ഒട്ടകത്തെ വിൽക്കണോ? എനിക്ക് വേണം, വിൽക്കുമെങ്കിൽ എനിക്ക് വേണം. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂൽ ഇതെന്തിനാ? ഇതൊരുപാട് പ്രായമായിട്ടുണ്ട്, ഞാൻ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കെട്ടിയിടാൻ നോക്കുകയാണ്. യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അത്രയിൽ ഇത് വിഷമിക്കുന്നുണ്ട്. ഇതിന് എന്തിനാണ് റസൂലിന്? അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല ജാബിർ, നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ വാങ്ങും. ആണോ? എന്നാൽ എനിക്കിതിനെ വിൽക്കണം. റസൂൽ എനിക്ക് എന്ത് വില തരും? റസൂൽ പറഞ്ഞു, ആദ്യം ഒരു തമാശയാണ് പറഞ്ഞു, 1 രൂപ തരും എന്ന് പറഞ്ഞു. 40 രൂപയിലാണ് കച്ചവടം ഉറപ്പിച്ചത്. അവിടുത്തെ നാണയത്തിൽ 40 രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് ആ ഒട്ടകത്തെ ജാബിർ റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഒട്ടകത്തെയും കൊണ്ട് നേരെ മദീന പള്ളിയുടെ അടുത്തെത്തി. മദീന പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബിലാലിൻ്റെ കയ്യിൽ ആ ഒട്ടകത്തെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് പണവുമായി തിരിച്ചു വന്ന് ബിലാലിനെ അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ജാബിറിന് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഞങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ ഒരു കച്ചവടം നടന്നിട്ടുണ്ട്, അതിൻ്റെ തുകയാണ് എന്ന്. പക്ഷെ അത് മാത്രമല്ല കൊടുത്തത്, കൂടെ ഒരു സാധനം കൂടി കൊടുത്തു. അതെന്തായിരുന്നെന്നറിയാം? ആ ഒട്ടകവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും കൊടുക്കണം. എന്താ സംഭവം? റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ജാബിറിന് എന്താ ആവശ്യമുണ്ടായിരുന്നു? പണം ആവശ്യമുണ്ടായിരുന്നു. സാധുവായൊരു സ്വഹാബിയായിരുന്നു. ജാബിറിന് പണം ആവശ്യമുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് എങ്ങനെ മനസ്സിലായി? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ റസൂലിനത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യരുടെ വാക്കുകളുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടങ്ങളെ വായിച്ചു. മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്നതിൽ 10% പോലും പറയുന്നില്ല എന്നാണ് കണക്ക്. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ 10% പോലും പറയുന്നില്ല. ബാക്കി 90% ഫീലിങ്സാണ്. അത് കണ്ണീരായോ, താഴോട്ട് നോക്കിയിരിക്കലായോ, നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കലായോ, കണ്ണ് നനഞ്ഞിരിക്കലായോ, മുഖം തുടുത്തിരിക്കലായോ ഒക്കെയായി അവരിങ്ങനെ പെടയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്ര മനുഷ്യരോട് ചേർന്ന് നിന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അതൊക്കെ മനസ്സിലായത്? ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്താണെന്ന് റസൂലിനറിയായിരുന്നു. നമുക്കും അറിയില്ലേ? ചിലതൊക്കെ നമുക്കറിയില്ലേ? അറിയില്ലേ? ഉമ്മ മരിക്കുക എന്ന സങ്കടം എന്താണ് എന്ന് പലരും പറയുന്നത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കത് മനസ്സിലായതൊരു തീയതിയിലാണ്, 2013 ഓഗസ്റ്റ് 28. എനിക്കന്ന് മനസ്സിലായി ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. അന്ന് എഴുതിയിട്ട കുറച്ച് വരികളുണ്ട്. അതിങ്ങനെയാണ്: ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. അത് ശരിക്കും നമ്മുടെ ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ഫീൽ ചെയ്തതാണത്. അതൊരു വീടല്ല, അതായി മാറുകയും അതൊരു കെട്ടിടമായി മാറുകയും ചെയ്തു. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും
നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവളും ഉമ്മയാണല്ലോ. ഒരു തീയതിയില്ലാതെ മനസ്സിലായത്. വാപ്പ മരിക്കുക എന്നുള്ളത് പലരും പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ അച്ഛൻ നഷ്ടപ്പെടുന്ന ദുഃഖം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലായത് ഒരു തീയതിയില്ല. 2015 ജൂൺ 12-ാം തീയതി. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ലേ അങ്ങനെ കുറച്ച് തീയതികൾ ഇല്ലേ? അന്ന് നമുക്ക് മനസ്സിലായി അത് അനുഭവിക്കുന്നവരുടെ വേദന എന്താണ് എന്ന്. എവിടുന്നാ ജീവിതം പഠിക്കുക? ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. കിട്ടിയ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോകും, ഒരടയാളവും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ കുട്ടിക്കാലത്ത് വീണതിൻ്റെ മുറിപ്പാട് അവിടെ കിടക്കും. സന്തോഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സങ്കടങ്ങൾ അങ്ങനല്ല, ജീവിതം പഠിച്ചു. ഖത്തർ എന്നൊരു ചെറിയ രാജ്യം കടന്നുപോയ കുറേ ദുർഘടമായ കാലം ഉണ്ടായിരുന്നില്ലേ? ചുറ്റുമുള്ള പല ആളുകളും അവരെ ഉപരോധത്തിലാക്കിയൊരു കാലല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിച്ചു അല്ലേ? സ്വന്തമായി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പഠിച്ചത്? ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ നിരാശ്രയത്വത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രയാണ് എന്നും അതിൻ്റെ ആനന്ദം എത്രയാണോ എന്ന് മനസ്സിലാകുന്നില്ലേ ഈ രാജ്യത്തിന്? സന്തോഷങ്ങളിൽ നിന്നും മനുഷ്യന്മാർ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, സങ്കടങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ട് എങ്കിൽ അത് ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. അത് സെമിക്കോളൻ മാത്രമാണ്. അതാണ് സൂറത്തുൽ ദുഹ. റസൂലുള്ളാഹിയോട് ഇങ്ങനെ വർത്താനം പറയുന്ന സൂറത്താണത്. നമ്മളോട് സങ്കടം വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണത്. ഖുർആൻ്റെ ചില വചനങ്ങളുണ്ട്, ചില സമയത്ത് അത് നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിലത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അനുഭവമാണത്. അങ്ങനെ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. മരുഭൂമിയിലെ ഒറ്റമരമാണ്. ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റമരത്തിൻ്റെ തണൽ തരുന്നത് പോലെയുള്ള വചനങ്ങളാണ് സൂറത്തുൽ ദുഹ. വല്ലുഹ അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ. വല്ലുഹ, വെയിൽ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി പ്രശാന്തമാവുക തന്നെയാണ് സത്യം. ഇതിനെങ്ങനെ പറയുന്നത്? സത്യം സത്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയില്ലേ? വൽ ഖമർ വൽ ഫജർ എന്നൊക്കെ പറയില്ലേ? അതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് അനുഭവമുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഫജിർ നമ്മൾ കാണുന്ന, വല്ലയിൽ രാത്രി നമ്മൾ കാണുന്ന, പിന്നെന്താ വൽ ഖലം പേന നമ്മൾ കാണുന്നതാ. അതേപോലെ വല്ലുഹ വെയിൽ നിങ്ങൾ കാണുന്നതല്ലേ, അത് സത്യമാണല്ലോ. അതേപോലൊരു സത്യം ഞാൻ പറഞ്ഞു തരാം. അതാണത്. അതേപോലൊരു സത്യം, വെയിൽ പോലെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന വെയിൽ പോലെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇങ്ങനെ ശാന്തമാവുക എന്നത് നിങ്ങൾക്ക് സങ്കല്പമല്ലല്ലോ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നതല്ലേ. എങ്കിൽ അതുപോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് വ. എന്നിട്ട് ആ സത്യം പറയാണ് എന്താ? വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എടാ, ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടു എന്ന് പറയരുത്, നിൻ്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത്. അങ്ങനെ സംഭവിക്കില്ല. മനുഷ്യന്മാർ വെറുക്കും, പറ്റിക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. നിൻ്റെ പടച്ചോൻ അങ്ങനെ ചെയ്യില്ല. മനുഷ്യരെ നിന്നെ തള്ളിപ്പറയും. എല്ലാവരും നിൻ്റെ കൂടെയുണ്ടെങ്കിൽ അവരും കൂടെയുണ്ട്, ആരും നിൻ്റെ കൂടെയില്ലെങ്കിൽ അവരും നിൻ്റെ കൂടെയില്ല. മനുഷ്യർ നിന്നെ തള്ളിപ്പറയും. അതുകൊണ്ട് അങ്ങോട്ട് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ.
എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. എടാ, ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ, ദുഃഖങ്ങളും നഷ്ടവും വിരഹവും വേർപാടുമൊക്കെ ഇവിടല്ലേ. ഇതിനപ്പുറത്ത് അതൊന്നുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തിരിച്ചു കിട്ടും, അവിടെ തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടുകയില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. അവിടെ നിനക്ക് തരും കേട്ടോ, അവിടുന്ന് നിനക്ക് തരും, നീ വിഷമിക്കണ്ട, അപ്പം നിനക്ക് സന്തോഷവും.